ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോയമ്പിന്റെ 15-ാം ദിനമായ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗം ആണ്. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലെ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അല്പം ഭയം തോന്നിയേക്കാം. വിനാശത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും ഉഗ്രപീഡനങ്ങളെ കുറിച്ചും യേശു ഇവിടെ സംസാരിക്കുന്നു. എന്നാൽ ഈ നോമ്പുകാലത്ത് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത് ഭയമല്ല, മറിച്ച് ജാഗ്രതയ്ക്കുള്ള ആഹ്വാനമാണ്. ലോകത്തെ വിട്ട് ദൈവത്തിലേക്ക് പലായനം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. യേശു പറയുന്നു, പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ, വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ഇതിന്റെ അർത്ഥം ഇതാണ്: ദൈവവിളി ഉണ്ടാകുമ്പോഴും സമയം ലഭിക്കുമ്പോഴും ലൗകിക വസ്തുക്കളിൽ പിടിച്ചു തൂങ്ങാതെ ദൈവത്തിങ്കിലേക്ക് ഓടിയെടുക്കണം. പലപ്പോഴും നാം നോമ്പെടുക്കുമ്പോഴും നമ്മുടെ മനസ്സ് പഴയ ശീലങ്ങളിലും പാപ സാഹചര്യങ്ങളിലും മുടക്കി നിൽക്കാറുണ്ട്. ഇതുകൂടി കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെടാമെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ രക്ഷയുടെ കാര്യത്തിൽ വൈകിപ്പിക്കുന്നത് അപകടമാണെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മേലങ്കികൾ, അതായത് നമ്മുടെ അഹന്തയും സമ്പത്തും പഴയ ശീലങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മലയിലേക്ക് നമുക്ക് ഓടിക്കയറാം. നിങ്ങളുടെ പാലായനം ശീതകാലത്തോ സാപത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. കഠിനമായ ശൈത്യകാലത്ത് യാത്ര ചെയ്യുക പ്രയാസമാണ്. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥനയുടെയും പുണ്യങ്ങളുടെയും ചൂടില്ലാത്ത ശൈത്യകാലം വരുമ്പോൾ പരീക്ഷയെ അതിജീവിക്കുക പ്രയാസമാകും. നോമ്പുകാലം നമ്മുടെ ആത്മാവിനെ പരിശീലിപ്പിക്കാനുള്ള സമയമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാത്ത വിധം പ്രാർത്ഥനയാൽ ആത്മാവിനെ ശക്തിപ്പെടുത്തണം. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തുമെന്ന് പറയുന്നത് അവിടുത്തെ കരുണയാണ് സൂചിപ്പിക്കുന്നത്. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഏത് ഉഗ്രപീഡനത്തെയും അതിജീവിക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലത്ത് എന്ത് മാറ്റം ഉണ്ടാക്കാം? വീടിനുള്ളിലെ സാധനങ്ങൾക്കും വയലിലെ മേലങ്കിക്കും നൽകുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ആത്മരക്ഷയ്ക്ക് നൽകാം. പാപത്തിന്റെ അശുദ്ധ ലക്ഷണങ്ങൾ നമ്മുടെ ഹൃദയമാകുന്ന വിശുദ്ധ സ്ഥലത്ത് കടന്നുകൂടുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താം. വചനത്തിൽ പറയുന്ന ഗർഭിണികളെയും മുലയൂട്ടുന്നവരെയും പോലെ ശാരീരികമായും ആത്മീയമായും ബലഹീനരായവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വിനാശത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് ഭയപ്പെടാനല്ല, മറിച്ച് ക്രിസ്തുവിലാകുന്ന സുരക്ഷിതത്വത്തിലേക്ക് ഓടിക്കയറാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നോമ്പുകാലത്തെ പ്രാർത്ഥനയും ഉപവാസവും ആത്മീയ പർവ്വതത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ വേഗത്തിലാക്കട്ടെ. ലൗകികമായവയിൽ പിന്തിരിഞ്ഞു നോക്കാതെ ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.